ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് രാത്രിയിലുള്ള കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരത്തെ നാമഞ്ചലിലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് പിന്നെ രാത്രിക്കുള്ള ഭക്ഷണം റെഡിയാക്കുന്ന പരിപാടിയിലാണ്. അപ്പോൾ ആദ്യം തന്നെ ചുക്കുവെള്ളം കുറച്ചെടുത്തിട്ട് ഞാൻ ചൂടാക്കി ഒഴിച്ചിട്ട് രാവിലെ വെച്ചതായതുകൊണ്ട് നല്ലപോലെ തണുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ എല്ലാവർക്കും ചെറിയൊരു ചൂടിലാണ് വെള്ളം കുടിക്കുക. അപ്പോൾ അതൊന്ന് ചൂടാക്കി വെച്ചു. പിന്നെ ഏട്ടന് കുതിരവാലി അരിയിട്ടിട്ട് കഞ്ഞിയും കൂടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഒരു കഷ്ണം പേരയ്ക്ക ഉണ്ടായിരുന്നു എടുത്ത് കഴിച്ചിട്ട് ഇനി രാവിലേക്കുള്ളതാണ് ഈ അരിഞ്ഞു വയ്ക്കുന്നത്. രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കഷ്ണങ്ങളാണ് അരിഞ്ഞു വയ്ക്കുന്നത് കേട്ടോ. ഞങ്ങളിവിടെ ചെറുതായിട്ട് 2 റൂമുള്ളൊരു കട ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കോംപ്ലക്സ് പോലെ കേട്ടോ. അപ്പോൾ അതിൽ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് ഗണപതി ഹോമം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ രാവിലേക്കുള്ളത് ഇപ്പോൾ രാത്രി തന്നെ ഒരുക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വേഗമാവുമല്ലോ, അല്ലെങ്കിൽ രാവിലെ ഈ സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിയാൻ തന്നിട്ടുണ്ടെങ്കിൽ നേരം വഴുകും. അപ്പം ഞാൻ കഷ്ണങ്ങൾ സാമ്പാറിനുള്ളതൊക്കെ അരിഞ്ഞിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് പയറുണ്ടായിരുന്നത് ഞാൻ ഉപ്പുവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇപ്പോൾ ഉപ്പേരി വയ്ക്കണം, ബാക്കിയുള്ളത് രാവിലേക്ക് എടുത്ത് വയ്ക്കണം, മോൾക്ക് രാവിലെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ രാവിലെ ഇതൊക്കെ പാടെ നടക്കില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ഇങ്ങനെ എന്തെങ്കിലും വിശേഷം ഉണ്ടാകുമ്പോൾ ഞാൻ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കലാണ് കേട്ടോ പതിവ്. അപ്പോൾ അതാ പയർ കുറച്ച് എടുത്തിട്ട് പിന്നെ അരിഞ്ഞു വയ്ക്കുന്നുണ്ടോ. പയർ അരിയാൻ വേണ്ടിയിട്ട് ഞാനിതാ പലകയൊക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നെയും കയ്യിൽ വെച്ചിട്ട് അരി കിട്ടും. പിന്നെ മുറി ആകുമ്പോഴായിരിക്കും അയ്യോ പലക എടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ വേഗം പിന്നെ പലകയിൽ വെച്ചിട്ട് തന്നെ അരിഞ്ഞു. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും പച്ചമുളകും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇപ്പോൾ ഉപ്പേരി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കാരണം ഇന്ന് രാവിലെ ഞങ്ങളുടെ അമ്പലത്തിൽ ചൊവ്വായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണം കഴിച്ചത് ഉച്ചയ്ക്കുള്ളതൊക്കെ. അപ്പോൾ കറിയൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എന്തായാലും വൈകുന്നേരത്തേക്ക് കഞ്ഞിയും പിന്നെ പയറുപ്പേരിയും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ കുറച്ച് അച്ചാറുണ്ടായിരുന്നു. നമ്മളിതാ കൊണ്ടാട്ടമുളക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നല്ലോ അന്ന്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് വറക്കും കൂടി ചെയ്തു കേട്ടോ. അതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. മുളക് വറക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഉള്ളിയും പച്ചമുളകൊക്കെ കടുക് പൊട്ടിച്ചിട്ട് അതിലിട്ടിട്ട് നമ്മുടെ പയറുപ്പേരിയും കൂടി റെഡിയാക്കിയത്. കുറച്ച് പയറെടുത്തിട്ട് രാവിലേക്ക് മോൾക്ക് കൊണ്ടുപോകാനുള്ളത് മാത്രമാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കഞ്ഞി ആയതുകൊണ്ട് കുറച്ചധികം ഉപ്പേരി വേണമല്ലോ. പിന്നെ ഞാൻ എപ്പോഴും കുറച്ച് വെള്ളം തളിച്ചിട്ട് പിന്നെ അടച്ച് വെച്ചിട്ട് ആവിയിലാണ് കേട്ടോ അത് പയറുപ്പേരിയൊക്കെ വേവിച്ചെടുക്കാറുള്ളത്. പിന്നെ കുറച്ച് നെല്ലിക്ക അച്ചാറിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചൂടാറി കഴിഞ്ഞപ്പോൾ ബോട്ടിലാക്കി വെച്ചു കേട്ടോ. കുറച്ച് അധികം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ബോട്ടിൽ ഫുള്ളാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചു. ബാക്കിയുള്ളത് വേറൊരു ചെറിയ ബോട്ടിലും കൂടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, നമുക്ക് ഇപ്പോഴത്തെ ആവശ്യത്തിന് എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പച്ചക്കറി അരിഞ്ഞിട്ടുള്ള വേസ്റ്റൊക്കെ ഞാനിത് അങ്ങനെ കവറിൽ കെട്ടി വയ്ക്കുകയാണ്. അങ്ങനെ 2 ദിവസത്തേക്കാവുമ്പോൾ ഞാനത് നമുക്ക് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അതിൽ കൊണ്ടുപോയി ഇടുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അതൊക്കെ എടുത്ത് വെച്ചിട്ട് ഉപ്പേരിയൊക്കെ റെഡിയായി കഴിഞ്ഞപ്പോൾ വേഗം കഞ്ഞി കുടിക്കാൻ വേണ്ടി നിന്നുട്ടോ. നേരത്തെ കിടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ കഞ്ഞി എടുത്തിട്ടുണ്ട്, പിന്നെ പയറുപ്പേരി എടുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ അച്ചാറും പിന്നെ നമ്മുടെ മുളക് വറുത്തതും. ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കഞ്ഞി കുടിക്കാൻ നല്ല ഇഷ്ടമല്ലേ, കുട്ടികൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ചൂടോട് കൂടിയിട്ടുള്ള ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ അവർ നല്ലപോലെ ഭക്ഷണം കഴിക്കും. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്തിട്ട് പിന്നെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയിട്ടോ. കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മൾ സിനിമ കാണുമായിരുന്നു. ബ്രഹ്മയുഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ സിനിമ കണ്ടിട്ടുണ്ടായിരുന്നത്. മമ്മൂട്ടിക്ക് അവാർഡൊക്കെ കിട്ടിയില്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്